ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന പാഠാവലിയുടെ ഈ വർഷത്തെ മോഡൽ ചോദ്യപേപ്പറാണ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണേ. നമ്മൾ ഓൾറെഡി അടിസ്ഥാന പാഠാവലിയുടെ ഒരുപാട് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കുട്ടികൾ എന്ത് ചെയ്യുക, STD6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, STD5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. നമുക്ക് പുറത്തു നിന്നുള്ളൊരു പാസേജ് തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. കാട്ടുപൊന്തകളിലേക്ക് പോവാൻ തീരുമാനിക്കുമ്പോൾ ശരീര സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. മുള്ളുകൾ വലിഞ്ഞു പോറലുകളുണ്ടാവും. ചെടികൾ വകഞ്ഞു മാറ്റുമ്പോൾ മുഖത്ത് കമ്പടിച്ചേക്കാം. കാട്ടുവള്ളികളിലും കല്ലുകളിലും തട്ടിത്തടഞ്ഞു വീണ് പരിക്കേൽക്കാം. രോമമുള്ള ഇലകളും ചെടികളും ശരീരത്ത് തട്ടിയാൽ അവിടെ ചൊറിഞ്ഞു തടിക്കും. ഈറ്റയുടെയും തെരുവപ്പുല്ലിൻ്റെയും അരിമ്പ് കൊണ്ടാൽ മുറിഞ്ഞ് ചോര പൊടിയും. തോട്ടപ്പുഴുവും ഉറുമ്പും ചെറുജീവികളും കടിച്ചെന്നു വരാം. ഇതിനൊക്കെ പുറമെയാണ് മുള്ളു തറച്ചു കയറുന്നത്. നീറ്റലും വേദനയും ഒക്കെ ഉണ്ടായാലും കാടിനെ ശ്വസിക്കുമ്പോൾ എന്തൊരാനന്ദമാണ്. ഇതുമായിട്ട് ബേസ് ചെയ്ത് ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം എ, കാട്ടുപന്തകളിലേക്ക് പോകുമ്പോൾ നാം മനഃപൂർവ്വം മറക്കേണ്ടത് എന്തിനെ? മുള്ളുകളെ, ശരീര സൗന്ദര്യത്തെ, തോട്ടപ്പുഴുവിനെ, ഉറുമ്പുകളെ. ശരീര സൗന്ദര്യത്തെയാണ് മറക്കേണ്ടത്, അതിനെ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം ബി, കാട്ടുപന്തകളിൽ പരിക്കേൽക്കാനുള്ള സാധ്യതകൾ എന്തെല്ലാം? എ, കാട്ടുവള്ളികളിലും കല്ലുകളിലും തട്ടിത്തടഞ്ഞു വീഴുമ്പോൾ. ബി, ഈറ്റയുടെയും തെരുവപ്പുല്ലിൻ്റെയും അരിമ്പ് കൊണ്ട് മുറിയുമ്പോൾ. സി, മുള്ളു തറച്ചു കയറുമ്പോൾ. ഡി, കാടിനെ ശ്വസിക്കുമ്പോൾ. 1 ഡി മാത്രം ശരി, 2 ബി മാത്രം ശരി, 3 ഡി സി എന്നിവ ശരി, 4 എ ബി സി എന്നിവ ശരി. ഇതിൽ എയും ബിയും സിയും ശരിയാണ്, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ചോദ്യം സി, ശരീരം ചൊറിഞ്ഞു തടിക്കാൻ ഇടയാക്കുന്നതെന്ത്? മുള്ളുകൾ, ഈറ്റകൾ, രോമമുള്ള ഇലകൾ, തെരുവപ്പുല്ലുകൾ. രോമമുള്ള ഇലകളാണ്. ചോദ്യം ഡി, ചെടികൾ വകഞ്ഞു മാറ്റുമ്പോൾ പ്രധാനമായും സംഭവിക്കാവുന്നത് എന്ത്? കാട്ടുവള്ളിയിൽ കുരുങ്ങും, മുഖത്ത് കമ്പടിക്കും, മുള്ളു തറയ്ക്കും, ഉറുമ്പ് കടിക്കും. മുഖത്ത് കമ്പടിക്കുകയാണ് ചെയ്യുന്നത്. ചോദ്യം ഇ, കാട്ടുപൊന്തയിൽ കയറുമ്പോൾ എപ്പോഴാണ് ആനന്ദമുണ്ടാകുന്നത്? ഉറുമ്പും ചെറുജീവികളും കടിക്കുമ്പോൾ, മുള്ളു തറച്ചു കയറുമ്പോൾ, കാടിനെ ശ്വസിക്കുമ്പോൾ, ശരീര സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. കാടിനെ ശ്വസിക്കുന്നതാണ് ആനന്ദമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തനം 2, അതിൽ എ, കുറിപ്പ്. അവധിക്കാലം വരികയാണല്ലോ. അവധിക്കാലത്ത് കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ ആഗ്രഹിക്കുന്ന കളിയെക്കുറിച്ച് നിയമം ഉൾപ്പെടെ സൂചിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കുക. മക്കൾക്ക് ഇഷ്ടമുള്ള കളികളെക്കുറിച്ച് നോക്കാം. ഞാൻ എടുക്കുന്ന കളി ഫുട്ബോളാണ്. അതിൻ്റെ നിയമങ്ങൾ: കളിക്കളത്തിൽ മാന്യത പുലർത്തണം. എതിർ ടീമിലെ അംഗങ്ങളെ ശാരീരികമായി ഉപദ്രവിക്കരുത്. റഫറിയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കണം. ലക്ഷ്യം എന്താണ് കളിയുടെ? കളി കേവലം ജയപരാജയങ്ങൾക്കപ്പുറം സൗഹൃദം പുതുക്കാനുള്ള വേദിയാകണം. ടീം വർക്ക്, ഐക്യം എന്നിവ വളർത്താൻ ഇത്തരം കളികൾ സഹായിക്കുന്നു. ഇതിലെ ചോദ്യം ബി, കാര്യവും കാരണവും തന്നിട്ടുണ്ട്. നോക്കൂ, ആദ്യത്തെ കാര്യം, പൂന്തോപ്പിലെ രാക്ഷസനെ കുറിച്ച് ഒരു 100 ചോദ്യം അമ്മയോട് ചോദിക്കും. കാരണം, പൂക്കൾ അവനിഷ്ടമാണ്, രാക്ഷസനെ വെറുപ്പും. ഇതിൽ എ, കാര്യം തെറ്റ് കാരണം ശരി, കാര്യം ശരി കാരണവും ശരി. സി, കാരണം തെറ്റ് കാര്യവും തെറ്റ്. ഡി, കാര്യം ശരി കാരണം തെറ്റ്. ഇതിൽ കാര്യം തെറ്റും കാരണം ശരിയുമാണ്. ചോദ്യം സി, അതിലെ 2ൽ സി, പ്രസ്താവന. 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന, ഗ്രേറ്റ ട്യൂൺബർഗ് എന്ന 15 വയസ്സുകാരി ഭൂമിക്കും തലമുറകളുടെ ഭാവിക്കും വേണ്ടി സ്കൂൾ സമരം ആരംഭിച്ചു. രണ്ടാമത്തെ പ്രസ്താവന, ഗ്രേറ്റ ട്യൂൺബർഗ് സ്കൂളിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സ്കൂൾ സമരം ആരംഭിച്ചു. എ, പ്രസ്താവന 2 മാത്രം ശരി, ബി, പ്രസ്താവന 1ഉം 2ഉം ശരി, സി, പ്രസ്താവന 1 തെറ്റ്, ഡി, പ്രസ്താവന 1 മാത്രം ശരി. ഇതിൽ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്, അതുകൊണ്ട് ഡി ആണ് ശരി. പ്രവർത്തനം 3, എ ക്വസ്റ്റ്യൻ. കഥാപാത്ര പരിചയം. അഫ്രോഡിറ്റി അവളെ കഠിനമായി ശപിക്കുകയും ചെയ്തു. എരുതിയിൽ ഉയിരോടെ എന്ന കഥയിലെ അഫ്രോഡിറ്റി ദേവിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ? ആ കഥാപാത്രത്തെ പരിചയപ്പെടുത്തി കുറിപ്പെഴുതുക. എരുതിയിൽ ഉയിരോടെ എന്ന കഥയിലെ അഫ്രോഡിറ്റി ദേവി സൗന്ദര്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ദേവതയാണ്. എങ്കിലും ഈ കഥയിൽ അവരുടെ സ്വഭാവം തീർത്തും മോശമായി തെളിഞ്ഞു കാണുന്നു. അസൂയയും ദേഷ്യവും അവരുടെ പെരുമാറ്റത്തിൽ കാണാം. തന്നെക്കാൾ സുന്ദരി എന്ന് മറ്റുള്ളവർ പുകഴ്ത്തുന്ന സൈക്കിയോട് അവർക്ക് കടുത്ത അസൂയ തോന്നുന്നുണ്ട്. സൈക്കിയെ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നതിലൂടെ അവരുടെ കർക്കശ സ്വഭാവം വെളിപ്പെടുന്നു. ഒരു ദേവത എന്ന നിലയിലുള്ള തൻ്റെ അധികാരം മറ്റുള്ളവരെ ശിക്ഷിക്കാനും ശകാരിക്കാനും അവർ ഉപയോഗിക്കുന്നു. അവരുടെ ക്രൂരമായ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ ആ കഥാപാത്രത്തെ അധിക വായനക്കാരും വെറുപ്പോടെ തന്നെ കണ്ടുപോകുന്നു. 3 ബി ക്വസ്റ്റ്യൻ, അതായത് അല്ലെങ്കിൽ ചോദ്യമാണ്. വിശകലന കുറിപ്പ്.
ജീവിതശൈലിയിൽ കൊണ്ടുവരുന്ന കൊച്ചു കൊച്ചു മാറ്റങ്ങൾക്ക് പോലും മലിനീകരണം വലിയ അളവിൽ കുറയ്ക്കാൻ കഴിഞ്ഞേക്കാം. ഭൂമിയുടെ നിലനിൽപ്പിന് പരിസ്ഥിതി സംരക്ഷണം അത്യാവശ്യമാണെന്ന് ഭൂമിക്ക് വേണ്ടി എന്ന പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തന്നിരിക്കുന്ന വാചകത്തെ വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. ഭൂമിയുടെ നിലനിൽപ്പിന് പരിസ്ഥിതി സംരക്ഷണം അനിവാര്യമാണ്. അതിൽ നാം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, പ്രകൃതി വിഭവങ്ങൾ മിതമായി ഉപയോഗിക്കുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക തുടങ്ങിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ മാറ്റങ്ങൾ നമുക്കുണ്ടാക്കാം. ഭൂമിക്ക് വേണ്ടി എന്ന പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓരോ വ്യക്തിയുടെയും ചെറിയ ഇടപെടലുകൾ പോലും പ്രകൃതിക്ക് വലിയ കരുത്താകുമെന്നാണ്. പ്രവർത്തനം 4 അഭിപ്രായക്കുറിപ്പ്. കാലാവസ്ഥാ പ്രശ്ന പരിഹാരത്തിനു വേണ്ടി സ്കൂൾ ഉപേക്ഷിച്ച ഗ്രേറ്റ ട്യൂൺബർഗിനെ നിങ്ങൾക്കിഷ്ടമായോ? ഭൂമിക്ക് വേണ്ടി സ്കൂൾ സമരം ആരംഭിച്ച ഗ്രേറ്റയുടെ ഈ പ്രവൃത്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതുക. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പോരാടാൻ ഗ്രേറ്റ ട്യൂൺബർഗ് എടുത്ത തീരുമാനം ഏറെ പ്രശംസനീയമാണ്. ഒരു കൊച്ചു പെൺകുട്ടി ലോക നേതാക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് അവളുടെ നിശ്ചയദാർഢ്യം കൊണ്ടാണ്. ഭൂമിയുടെ ഭാവി അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ അവൾ പഠനത്തേക്കാൾ പ്രാധാന്യം ഭൂമിയെ സംരക്ഷിക്കുന്നതിലാണ് നൽകിയത്. വരും തലമുറയ്ക്ക് വേണ്ടി അവൾ നടത്തിയ ഈ സ്കൂൾ സമരം ലോകമെമ്പാടുമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും വലിയൊരു പ്രചോദനമാണ്. 4 ചോദ്യം. പഴഞ്ചൊൽ വിശകലനം. തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതുക്കുമീതെ തോണി. ഈ പഴഞ്ചൊല്ലിന്റെ ആശയവുമായി ഐക്യമത്യം മഹാബലം എന്ന പഴഞ്ചൊല്ലിന് സാമ്യമുണ്ടോ? ഒന്നല്ലൊരുകൂടി മാവേലിമാർ, ഭൂമിക്ക് വേണ്ടി, എരുതിയിലൂടെ എന്നീ പാഠഭാഗങ്ങളിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ഈ പഴഞ്ചൊല്ലിനെ വിശകലനം ചെയ്യുക. ഈ 2 പഴഞ്ചൊല്ലുകളും പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്കുമീതെ തോണി. വലിയൊരു ആപത്ത് വരുമ്പോൾ അതിനെ മറികടക്കാൻ അതിലും വലിയൊരു മാർഗം കണ്ടെത്തണമെന്ന ആശയമാണ് ഇവിടെ. അതായത് പ്രതിസന്ധികളിൽ തളരാതെ ബുദ്ധിപൂർവം പ്രവർത്തിക്കണം. ഐക്യമത്യം മഹാബലം. ഒത്തൊരുമയോടെ നിന്നാൽ ഏതു വലിയ ശക്തിയെയും തോൽപ്പിക്കാം എന്നതാണ് ഇതിന്റെ അർത്ഥം. ഭൂമിക്ക് വേണ്ടി എന്ന പാഠഭാഗത്ത് ഗ്രേറ്റ ട്യൂൺബർഗ് എന്ന പെൺകുട്ടി ഒറ്റയ്ക്ക് തുടങ്ങിയ സമരം ലോകം മുഴുവൻ പടർന്നതും ഐക്യമത്യം മഹാബലം എന്ന ആശയത്തിന് ഉദാഹരണമാണ്. പ്രതിസന്ധികൾ അഥവാ വെള്ളം കൂടുമ്പോൾ അതിനെ അതിജീവിക്കാൻ ജനങ്ങൾ ഒത്തുചേരുന്നതാണ് ഇവിടെ തോണിയായി മാറുന്നത്. അതിനാൽ പ്രതിസന്ധികളെ നേരിടാനുള്ള വഴികൾ എന്ന നിലയിൽ ഈ 2 ചൊല്ലുകളും പരസ്പര ബന്ധിതമാണ്. പ്രവർത്തനം 5. അമൽ എപ്പോഴും സന്തോഷമുള്ള കുട്ടിയാണ്. സ്കൂളിലും വീട്ടിലും കളിസ്ഥലത്തുമെല്ലാം കളിച്ചും കുസൃതി കാട്ടിയും പാറി പറന്ന് നടക്കും. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ചെറിയ ചില പരിക്കുകളും അവനുണ്ടാകും. വിശാൽ സ്കൂളിലും വീട്ടിലും അധികം സംസാരിക്കാറില്ല. ഒഴിവു സമയങ്ങളിൽ ലാപ്ടോപ്പ് തുറന്നു വെച്ച് അതിലേക്ക് നോക്കിയിരിക്കും. മുറിയിൽ നിന്ന് അധികം പുറത്തിറങ്ങാറില്ല. മുഖത്തെ കുട്ടിക്കണ്ണട അവന് പ്രായത്തിൽ കവിഞ്ഞ ഗൗരവം നൽകി. ഈ 2 കുട്ടികളുടെയും സ്വഭാവ സവിശേഷതകളെ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇതിലെ അമൽ, വിശാൽ എന്നീ 2 കഥാപാത്രങ്ങളും അവരുടെ പല കാര്യങ്ങളിലും വൈരുദ്ധ്യപ്പെട്ടിരിക്കുന്നു. 2 പേരുടേതും 2 പ്രകൃതമാണ്. അമൽ എപ്പോഴും സന്തോഷവാനാണ്, എന്നാൽ വിശാൽ മിതഭാഷിയും ഗൗരവക്കാരനുമാണ്. അതുപോലെ 2 പേരുടെ പെരുമാറ്റത്തിലും മാറ്റമുണ്ട്. അമൽ കളിച്ചും കുസൃതി കാട്ടിയും നടക്കുന്ന കുട്ടിയാണ്, എന്നാൽ വിശാൽ അധികം സംസാരിക്കാറില്ല. അവൻ ഏകാന്തത ഇഷ്ടപ്പെടുന്നു. അമൽ കളിസ്ഥലത്തും സ്കൂളിലും സജീവമാണ്. വിശാൽ ഒഴിവു സമയങ്ങളിൽ ലാപ്ടോപ്പിൽ സമയം ചിലവഴിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇരുവരുടെ താല്പര്യത്തിലും വ്യത്യാസമുണ്ട്. അമൽ പുറത്തൊക്കെ പോയി കളിക്കുന്നതിനാൽ തൻ്റെ കുസൃതി കാരണം ഇടയ്ക്കിടെ പരിക്കുകൾ പറ്റാറുണ്ട്. വിശാലാവട്ടെ മുറിയിൽ തന്നെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ്. ചുരുക്കത്തിൽ അമൽ ബാഹ്യലോകവുമായി ഇടപഴകി ജീവിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ വിശാൽ തൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. പ്രവർത്തനം 6. കത്ത്. നഗരത്തിൽ 15 വയസ്സുകാരി പെൺകുട്ടിയുടെ സ്കൂൾ സമരം അതിനോടകം വലിയ ചർച്ചയായി. ഭൂമിക്ക് വേണ്ടി എന്ന പാഠഭാഗത്തിൽ സ്വീഡൻ പാർലമെന്റിന് മുന്നിൽ സമരം ചെയ്ത ഗ്രേറ്റയെ അറിയാമല്ലോ. നിങ്ങളുടെ സുഹൃത്തിന് ഗ്രേറ്റയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കത്തെഴുതൂ. കത്തെഴുതുമ്പോൾ സ്ഥലവും തീയതിയും എഴുതാൻ മറക്കരുത്. പ്രിയ സുഹൃത്തിന്, സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഇന്നൊരു പ്രത്യേക വ്യക്തിയെക്കുറിച്ച് പറയാനാണ് ഈ കത്തെഴുതുന്നത്. നമ്മുടെ പാഠപുസ്തകത്തിൽ ഭൂമിക്ക് വേണ്ടി എന്ന ഭാഗത്ത് ഗ്രേറ്റ ട്യൂൺബർഗിനെ കുറിച്ച് വായിച്ചല്ലോ. വെറും 15 വയസ്സുള്ളപ്പോൾ സ്വീഡൻ പാർലമെന്റിന് മുന്നിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി അവൾ നടത്തിയ സമരം അത്ഭുതകരമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ലോകം മുഴുവൻ ഉണരാൻ ആ പെൺകുട്ടിയുടെ ഒറ്റയാൾ പോരാട്ടം കാരണമായി. നമ്മളെപ്പോലെയുള്ള കുട്ടികൾക്ക് അവൾ വലിയൊരു പ്രചോദനമാണ്. പ്രായമല്ല, നിശ്ചയദാർഢ്യമാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് ഗ്രേറ്റ തെളിയിച്ചു. നീയും അവളെക്കുറിച്ച് കൂടുതൽ വായിക്കുമല്ലോ. സ്നേഹത്തോടെ, സ്നേഹ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ചോദ്യപേപ്പറിൽ നോക്കാനായിട്ടുള്ളത്. അധികവും വന്നിരിക്കുന്നത് ഭൂമിക്ക് വേണ്ടി എന്നുള്ള പാഠഭാഗത്തിൽ നിന്നാണ്. അത്തരത്തിലുള്ള പാഠങ്ങളൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പോവുക. ഇന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ കൂടുതൽ ചോദ്യപേപ്പറുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്